അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ചില യുക്തിവാദികളുടെ ചില വീഡിയോകളാണ്. അവരെ നമ്മുടെ ഉസ്താദുമാരുടെയും ദായിമാരുടെയൊക്കെ വീഡിയോസിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായി ഇറക്കിയിട്ടുള്ള ചില ഷോർട്ട് ക്ലിപ്പുകളാണ്. അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് പോവാം. ഒരിക്കൽ ഒരു അധ്യാപകൻ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 അത് തന്നെ പഠിപ്പിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളിൽ ചിലർ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാലോ, ഞങ്ങൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്, വേറെ എന്തെങ്കിലും വിഷയം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അടുത്ത ദിവസം അദ്ദേഹം തന്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞു, എന്റെ അയൽവാസിയായ അയാളുടെ കയ്യിൽ ഞാൻ ഇന്നലെ ഒരു ഉറുക്ക് കണ്ടു, ഒരു ഏലസ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഈ വിദ്യാർത്ഥികൾ അവർ പറഞ്ഞു, ജാഹിൽ, വിവരമില്ലാത്തവൻ, എന്തിനു കൊള്ളാം, മനതിൽ പഠിച്ചിട്ടുണ്ടോ, അവർ അത്ര പറഞ്ഞു അത് അവസാനിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അയാൾ തന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വിചാരത്തിൽ അയാളെ ജനങ്ങൾ പിടികൂടി, ഉദാഹരണത്തിന് മാതാവുമായി എന്ന് വിചാരിക്കും. കുട്ടികൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അവർ പറഞ്ഞു, അവനെ നമ്മൾ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ തൗഹീദ് നിങ്ങൾ ആവർത്തിച്ചു പഠിപ്പിക്കുന്നത് എന്ന്. ഇതാണ് അതിന്റെ കാരണം. ഒരാൾ ഉറുക്ക് കെട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് വലിയ ഗൗരവമുള്ള കാര്യമായി എടുത്തില്ല. എന്നാൽ ഒരാൾ വ്യഭിചാരത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ധാർമ്മിക രോഷം, ഏതാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ? ശിർക്കാണ്. വിചാരം ഒരാൾ ചെയ്താലും അയാൾ നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട്, തൗഹീദുണ്ട് എങ്കിൽ. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഒരു ദിവസം പോലും വിചരിച്ചിട്ടില്ല എങ്കിലും ഒരിക്കൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു ദിവസം പോലും, ഒറ്റ ദിവസം പോലും അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ, ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ ഒരു ദിവസം പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ താഴെയുള്ള എന്തെല്ലാം തിന്മകൾ അയാൾ ചെയ്താലും അയാൾക്ക് തൗഹീദുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. എങ്ങനെയുണ്ട്? ഇസ്ലാമിന്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈഗോ ആണ്. നാട്ടിൽ എന്ത് തോന്നിയാസം ചെയ്താലും തൗഹീദ് വിടാഞ്ഞാൽ മതി, എന്ത് തോന്നിയാസം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഒരാളെ കൊന്നാലും അല്ലെങ്കിൽ വ്യഭിചരിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കൊല്ലാം, ആരെയും വ്യഭിചരിക്കാം, എന്ത് തെറ്റും ചെയ്യാം എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇതിൽ കാര്യമായിട്ട് അവർക്ക് ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹു എന്ന് മനസ്സിലായിട്ടില്ല. അള്ളാഹു ആരോടും അനീതി കാണിക്കില്ല. അള്ളാഹു എന്ത് ചെയ്യില്ല, ചെറിയ തെറ്റിന് 8 ദീനാർ മോഷ്ടിച്ചവന്റെ കൈ വെട്ടാൻ പറഞ്ഞ റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങേയറ്റം പ്രതീക്ഷ തരുന്ന, എല്ലാം പുറത്തു തരും എന്ന് പറയുന്ന റബ്ബിലും. അപ്പൊ ആ റബ്ബ് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി, കൊല്ലപ്പെട്ട വ്യക്തിയോട് അനീതി കാണിക്കില്ല. വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചോദിക്കപ്പെടാതെ ചെയ്യൂല. അതിനെന്ത് ചെയ്യും, എന്താണോ എത്രയാണോ പർട്ടിക്കുലർ അതിന്റെ കാലയളവ്, അതുവരെയുള്ള പാപത്തിന് അവരതിന്റെ അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മളിത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരാൾക്ക് ഒരു ഭാര്യയും ഭർത്താവും, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും, ആ ഭർത്താവ് ഭാര്യയോട് വളരെ സ്നേഹമുണ്ട്, ഭാര്യയോട് അനുഭാവമുണ്ട്, സഹതാപമുണ്ട്. അങ്ങനെ ആ ഭാര്യ അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അയാൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം നിവർത്തിച്ചു കൊടുക്കുന്നു. പക്ഷെ അയാൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു സംഗതി ഉണ്ട്, ഭാര്യ എന്നുള്ള നിലക്ക്, ആ ഇണ എന്നുള്ള നിലക്ക്, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അത് ആണെങ്കിൽ അയാൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്, അങ്ങനെ കൊടുക്കരുത് എന്നുള്ളത്. അങ്ങനെ അത് കൊടുത്ത ശേഷം ആ സ്ത്രീ പറയാണ്, ഞാൻ നിങ്ങളെ വീട് അടിച്ചു കുറച്ച് വൃത്തിയാക്കിയില്ലേ, ഞാൻ നിങ്ങളുടെ ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നില്ലേ, പിന്നെ ചെറിയൊരു കാര്യം അത് അയാളുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അയാളെ ഏറ്റവും പ്രധാനമായി കാണുന്നത് വീട് അടിച്ചു കാണലോ, അല്ലെങ്കിൽ അയാളെ ഭക്ഷണം പാകം ചെയ്യലോ അലക്കലോ അല്ല. അയാൾക്ക് മാത്രം പങ്കുവെക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് അയാളോട് മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയേ ഉള്ളൂ. പടച്ചതമ്പുരാൻ നമ്മുടെ ആവശ്യപ്പെടുന്നത് നമ്മുടെ ആരാധനകളും നമ്മുടെ ഈ ഇബാദത്തുകൾ മുഴുവൻ അവന് മാത്രം കൊടുക്കണം എന്നാണ് പടച്ചതമ്പുരാന്റെ ആവശ്യം. അതെന്തിനാണെന്ന് പടച്ചതമ്പുരാൻ പറയുന്നത്, ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായത്തിൽ 21-ാമത്തെ അജല്, അബ്ദു റബ്ബക്കും ലദീ ഖലഖക്കും വലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ്? എങ്കിലേ നിങ്ങൾ നന്നാകൂന്നാ പറയുന്നത്. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളിൽ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ നല്ലവരാവണമെങ്കിൽ പടച്ചവനെ അനുസരിക്കുന്ന, പടച്ചവനെ ആരാധിക്കുന്നവരായാലേ നമ്മൾ നല്ലവരാകും. അല്ലെങ്കിൽ നമുക്ക് തോന്നികളും തെമ്മാടികളും ആകാനേ കഴിയൂ. ബാക്കി എല്ലാ പാപങ്ങളും അതിനെ അക്കമ്പനി ചെയ്ത് വരും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൻ്റെതല്ലാത്തൊരു മതത്തിന്റെ പുറത്ത് ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ ബാക്കി പാപങ്ങൾക്കൊന്നും അയാൾക്കൊരു റെസ്ട്രിക്ഷനും ഇല്ല. ബാക്കി പാപങ്ങളൊക്കെ അതിന്റെ പിന്നാലെ വരും. അപ്പൊ എല്ലാം അതിന്റെ താഴെ വരുന്നത് ആ ഒരു പാപമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന പാപമായിട്ട് പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യുക്തിയാണിത്. എനിക്ക് തോന്നുന്നത് മതത്തിന്റെ ഏറ്റവും അടിസ്ഥാന പാഠങ്ങൾ പോലും മനസ്സിലാക്കാതെ ആണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം മതം വിടേണ്ടി വന്നത്. ഞാൻ ഇൻഫിഡൽ ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ടി വന്നത് ഇസ്ലാം മതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ അതിന്റെ അടിസ്ഥാന ഭാഗം മനസ്സിലാവാത്തത് കൊണ്ട് തന്നെയാണ്. ഇവിടെ പിന്നെ ഇദ്ദേഹം പറഞ്ഞത് വ്യഭിചരിക്കല് തെറ്റല്ല എന്നും പിന്നെ ഷിർക്കാണ് തെറ്റുന്നു എന്നുള്ള രൂപത്തിലൊക്കെയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. മറ്റു പല വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 ആളെ കൊല്ലുന്നതാണ് ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഗൗരവം എന്നൊരാൾ പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നത് ശരിയാണെന്നാവൂ. അപ്പം ഇസ്ലാമിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ തിന്മ ഷിർക്ക് തന്നെയാണ്. അതിന് ഇസ്ലാം എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് ലോജിക്കലി ബോധ്യപ്പെട്ട സംഗതിയും കൂടെയാണ്. അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും ലോജിക്കലിയും എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും വലിയ തിന്മ. അതിൽ യാതൊരു തർക്കമൊന്നും. അതിന്റെ അർത്ഥം നേരത്തെ ഫാദ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു കാര്യങ്ങൾ തെറ്റല്ല എന്ന് വരില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പിന്നെ തങ്ങളുടെ സ്പോൺസർമാർക്ക് വേണ്ടി പണത്തിനും പ്രശസ്തിനും വേണ്ടി മാത്രം സംസാരിക്കും. പിന്നെ കണ്ടന്റ് ക്ഷാമം വരും. കുറെ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ക്ഷാമം വരും. ചില ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് വണ്ടി കയറി ഇന്റർവ്യൂ ഒക്കെ ചെയ്യും. കാരണം കണ്ടൻസ് കിട്ടാനില്ല. എത്ര വെച്ചാലും കാശ് വാടക കൊടുത്തിട്ട് ആളെ വിളിപ്പിക്കുക. അപ്പൊ എനിക്കൊരു പരിധി ഉണ്ടല്ലോ. അപ്പം ബേസ്ലെസ് ആയിട്ടുള്ള അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ് ഇത്. പക്ഷെ ഇത് ഇസ്ലാമിന് അറിയാത്ത മുസ്ലിങ്ങളടക്കം ഉള്ള മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും ഏതെങ്കിലും ഒരു 2ാം ക്ലാസ്സിലുള്ള പാഠപുസ്തകം വാങ്ങി ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ ഇവരോട് പറയാനുള്ളൂ. അതിനകത്ത് അയാൾ പറയാൻ ഒരു കളവ് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് കളവ് തന്നെയാണ്, പച്ച കളവ് കേൾക്കുന്നില്ലേ? കേൾക്കാം. അതായത് അയാളൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വ്യഭിചാരം ഇസ്ലാമിൽ വലിയ തെറ്റൊന്നുമല്ല, വ്യഭിചാരത്തിന് പ്രത്യേകിച്ച് പ്രശ്നം എന്നുള്ള രൂപത്തിൽ. പക്ഷെ വ്യഭിചാരമാകട്ടെ ബാക്കി എല്ലാ തിന്മകളാകട്ടെ അതിന് വ്യക്തമായിട്ടുള്ള ശിക്ഷ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ തമ്പുരാൻ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ പടച്ചതമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവന് വേണ്ടി ഇബാദത്തെടുക്കുന്ന, ഈ പടച്ചതമ്പുരാന്റെ പരലോകത്തെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ബാക്കി തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ തെറ്റുകൾ അവരുടെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിന് ഇത് കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കും. അവര് ആ സ്വർഗം കിട്ടാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളുകളാണെങ്കിൽ ആ പുറത്തു കൊടുത്ത് ചിലപ്പോൾ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ അനുഭവിച്ച ശേഷം അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം കൊടുക്കുന്നതാണ്. സ്വർഗത്തിൽ പ്രവേശനം കൊടുക്കുക എന്നുള്ള അവരോട് ചെയ്യുന്ന നീതിയാണത്. കാരണം അവർ സ്വർഗത്തിൽ വിശ്വസിച്ചവരാണ്, സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരാണ്. പക്ഷെ ചില തെറ്റുകൾ മുൻകാലങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്ത് അവർക്ക് സ്വർഗത്തിൽ എൻട്രൻസ് കൊടുക്കുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന നീതിയാണത്. അല്ല, എനിക്ക് അത്ഭുതം തോന്നിയേ ഇവര് പറഞ്ഞത് വ്യഭിചാരം എന്നൊരു പ്രശ്നമല്ല ഇസ്ലാമിൽ എന്നുള്ള നിലക്ക് ഇദ്ദേഹം സംസാരിക്കുന്നത് ശ്രദ്ധപ്പെട്ടു. ഒരു അന്യ സ്ത്രീയെ നോക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇവരൊരു ഇസ്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എല്ലാ കാര്യത്തിലും ഇടപെടും എന്ന് ഇവരെന്നെ വേറെ നിലക്ക് പറയും. അന്യ സ്ത്രീയെ നോക്കാൻ പോലും പാടില്ല, അങ്ങനെ കണ്ടാൽ നിങ്ങൾ ആദ്യം പുരുഷനോട് നിങ്ങൾ കണ്ണ് താഴ്ത്തണം, എന്ന് ശേഷമാണ് പെണ്ണിനോട് ഹിജാബിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരെ ഒരു അന്യ സ്ത്രീയെ നോക്കാൻ പോലും പാടില്ല എന്ന് മാത്രമല്ല വ്യഭിചാരത്തിലേക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കം ചെയ്ത ഒരു ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. വ്യഭിചാരം ഒന്നും പ്രശ്നമല്ല, അത് ഉമ്മയായപ്പോലും അമ്മയായപ്പോലും ഒന്നും പ്രശ്നമല്ല. നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് നിങ്ങളുടെ യുക്തിവാദ വീക്ഷണ പ്രകാരം അത് എങ്ങനെ തെറ്റോ എന്ന് വിശദീകരിക്കും. നിങ്ങളുടെ യുക്തിവാദികളുടെ ഏറ്റവും ഉന്നതമായ വേദിയിൽ വെച്ചിട്ട് ആണ് പ്രസംഗിച്ചത്. ആരെങ്കിലും പറഞ്ഞൊന്നല്ല, നിങ്ങളെ പ്രമുഖനായ പ്രാസംഗികനാണ് പറഞ്ഞത് ഇൻസെസ്റ്റ് തെറ്റല്ല, അമ്മയുമായും പെങ്ങളുമായും ലൈംഗികബന്ധമാവാം, അത് തെറ്റല്ല, നമ്മളെ തെറ്റാന്ന് പറയേണ്ടതില്ല, നിങ്ങളുടെ വേദിയിലാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ഇസ്ലാം പറയുന്നതൊന്നും തെറ്റല്ല, ഷിർക്കാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത്. ഇത് നിങ്ങളെ ചില അണികളെ തണികളെ കുറച്ചു കാലം വെടികളാക്കാൻ പറ്റുന്നതിനപ്പുറം ഇത്തരം വാദങ്ങൾക്കൊന്നും യാതൊരു ഇതുമില്ല. ഇയാളുടെ മുഖത്ത് തന്നെ അത് പ്രകടമാണ്. ഇയാൾ പറയുന്നതിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ആ ഒരു ഇരുണ്ട വർത്താനാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്നതിൽ ഒരു കാമ്പും ഇല്ല, ഒരു കണ്ടന്റും ഇല്ല, തികഞ്ഞ അബദ്ധം മാത്രമാണ് എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഒരു വ്യക്തികളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുആമലാത്തുമായിട്ട്, വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഴ്ച വരുത്തിയ ഒരാൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഈ ചർച്ച വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്, അള്ളാഹു അയാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റേ വ്യക്തിയോട് അനീതി കാണിക്കില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. ഈ നീതിമാനാണ് എന്നുള്ള അള്ളാഹുവിന്റെ സിഫാത്ത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, അതെ, ഇസ്ലാം ദീനിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീനില് അള്ളാഹു ആണ്
ഏറ്റവും മുമ്പിലുള്ളത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തെറ്റ് എന്ന് പറയുന്നത് അത് ഗുരുതരാണ്. അപ്പോ നമ്മള് സൃഷ്ടികളെ നമ്മള് അനുസരിക്കാൻ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഹദീസുകളിലുണ്ട്, ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പൊ സൃഷ്ടികളെ അനുസരിക്കപ്പോ നിങ്ങളെ ഒരു നൈജീരിയക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ എത്യോപ്യക്കാരനായിട്ടുള്ള അടിമയാണെങ്കിലും നിങ്ങളുടെ മേലെ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഹദീസിൽ കാണാൻ പറ്റും നമുക്ക് ലാ തഅത ലിമൻ ലാ തഅത ഫി ഇല്ലാ ലിമഅസിയത്തിൽ ഖാലിഖ്. ഖാലിക്കിനോട് തെറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ അനുസരണ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഷിർക്കാണ് ഏറ്റവും വലിയ തിന്മ. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടാണ് നമ്മൾ ആദ്യ നീതി കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന ശിർക ലിദുൽമുൻ അദീം.